ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്ക്കുന്ന ഒരു കുട്ടിയുടുപ്പാണ്. അതിനായിട്ട് 40 സെൻറ്റിമീറ്റർ നീളവും 50 സെൻറ്റിമീറ്റർ വീതിയുള്ള 2 തുണികൾ ഇതുപോലെ വെട്ടി വയ്ക്കുക. ഷോൾഡർ തയ്ക്കാനായിട്ട് 24.5 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുള്ളൊരു പീസാണിത്. ഇതുപോലെ 2 പീസ് വേണം. പത്തൊമ്പത് ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുള്ള മറ്റൊരു പീസ് ഇതുപോലെ വെട്ടിയെടുക്കുക. പതിനേഴ് ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുമുള്ള മറ്റൊരു പീസും കൂടെ ഇതുപോലെ വെട്ടിയെടുക്കുക. ഈ 4 പീസ് തുണികളാണ് ഈ ഉടുപ്പ് തയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഇതിൽ ആദ്യം നമ്മൾ വെട്ടിയെടുത്ത തുണിയെടുത്ത് നന്നായിട്ട് ചുരുക്കിട്ട് കൊടുക്കാം. ആ 2 പീസിലും ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിനു വേണ്ടി നമ്മൾ പടി വയ്ക്കാൻ വെട്ടിയ ആ തുണി എടുത്ത് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. അത് മറിച്ച് അകത്തേക്കൊന്ന് ചെറുതായി മടക്കി ഇതുപോലെ അടിച്ചെടുക്കണം. ചുരുക്കിട്ട് വെച്ച 2 തുണിയിലും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മൾ ഷോൾഡറാണ് ചെയ്യുന്നത്. അതിന് ഇതുപോലെ നമ്മൾ നേരത്തെ ചുരുക്കിട്ടതുപോലെ തന്നെ ഇതും നന്നായിട്ട് ചുരുക്കിട്ട് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിന് പടി വെക്കാനായി മുറിച്ച തുണിയെടുത്ത് അതിൻ്റെ അറ്റത്തൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. രണ്ട് ഷോൾഡറിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അത് തിരിച്ച് അതുപോലെ മറിച്ചടിക്കുക. ഇനി ആ 2 പീസുകളും കൂടി തമ്മിൽ വെച്ച് ഇതുപോലെ താഴേക്ക് നേരെ അടിച്ചു കൊടുക്കുക.
നമുക്കിതിൽ നിന്ന് മറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അടിച്ചു നിർത്തിയ ആ ഭാഗത്ത് നിന്നും 1.5 ഇഞ്ച് മാറ്റി വേണം ഷോൾഡർ പിടിപ്പിക്കാൻ. ഇതുപോലെ കറക്റ്റായിട്ട് തയ്ക്കുക. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതുപോലെ തന്നെ 1.5 ഇഞ്ച് മാറ്റി വേണം ഷോൾഡർ ചെയ്യാനായിട്ട്. ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ ഒന്ന് നമ്മൾ അടയാളപ്പെടുത്തിയാൽ മാറിപ്പോകാതിരിക്കും. അവിടെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ടത് തിരിച്ച് ഈ വിധത്തിലേക്ക് അടിച്ചെടുക്കുക. രണ്ട് ഷോൾഡറും ഇതുപോലെ തയ്ച്ചെടുക്കുക. ഇതിൻ്റെ താഴെ തേരായതുകൊണ്ട് നമ്മളിത് അടിക്കുന്നില്ല. ഇതാ കുട്ടിയുടുപ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്ച്ചെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.